ഹൈറിച്ചിന് വീണ്ടും തിരിച്ചടി. ഉടമകളുടെ സ്വത്തും കാറും കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഹൈറിച്ചിന്റെ ആസ്തികൾ ലിക്വിഡേഷനിലേക്ക്. ആസ്തികളിൽ നിന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകും. 14 ജില്ലകളിലും ഇപ്പോൾ പോലീസ് പരാതികളും കളക്ടർക്ക് കിട്ടിയ പരാതികളും പരിശോധിച്ച് ഹൈറിച്ചിന്റെ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. പരാതികൾ സമർപ്പിച്ചിരിക്കുന്നവർക്ക് പണം തിരികെ നൽകിയതിനു ശേഷം ബാക്കിയുള്ള പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഇതിന്റെ ആദ്യഘട്ട നടപടിയെ തൃശൂരിൽ ജില്ലാ കളക്ടർ ഹൈറിച്ച് പ്രതികളുടെ സ്വകാര്യ സ്വത്തുക്കളടക്കം ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഇതിനിടെ നിക്ഷേപകരെ വീണ്ടും ഹൈറിച്ച് പച്ചക്കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണ്. 22-ന് പുറപ്പെടുവിച്ച ഹൈക്കോടതിയുടെ വിധി ഹൈറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഹൈറിച്ച് നിയമപരമായാണെന്നും ഹൈറിച്ചിന്റെ വിലക്ക് നീക്കിയെന്നും ഹൈറിച്ച് തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയെന്ന് ഇവർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്. അക്കൌണ്ട് ഫ്രീസ് ചെയ്ത് മാറ്റിയെന്നും നിയമക്കുരുക്ക് നീങ്ങിയെന്നും ഹൈറിച്ച് പാവപ്പെട്ട നിക്ഷേപകരെ പറഞ്ഞു പറ്റിച്ചാണ് കള്ളപ്പണം ഉണ്ടാക്കുന്നത്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. ഹൈറിച്ചിന്റെ ഇത്തരം പ്രചാരണങ്ങളൊന്നും തന്നെ ഹൈക്കോടതി ഇന്നും നിലവിൽ മാറ്റിയിട്ടില്ല. ഹൈറിച്ച് പൂട്ടിയ ഉത്തരവ് നീക്കിയിട്ടില്ല. ആസ്തികൾ കണ്ടുകെട്ടിയത് അതേ നടപടി തന്നെ ഇപ്പോൾ തുടരുകയാണ്. ഫ്രീസ് ചെയ്ത അക്കൌണ്ടുകൾ അതേപടി തന്നെ തുടരുന്നു. ഹൈറിച്ച് നിയമപരമെന്ന് ഹൈക്കോടതി ഇതുവരെ പറഞ്ഞിട്ടില്ല. കേസ് പരിഗണിക്കാൻ പറ്റില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ദിവസച്ചെലവിന് ആവശ്യമായ പണം വേണമെന്നും തീർത്തും ദരിദ്രമായ അവസ്ഥയിലെന്നുമാണ് ഹൈറിച്ച് ഉടമകൾ പറയുന്നത്. തുടർന്ന് ഉടമകളുടെ ദരിദ്രമായ അവസ്ഥയെ ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയപ്പോൾ 10 ദിവസത്തേക്ക് അവരുടെ ദിവസച്ചെലവിന് പണം നൽകാൻ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത്. ദിവസച്ചെലവിന് എത്ര പണം എന്നത് ഇനി കളക്ടർക്ക് അപേക്ഷ നൽകി കളക്ടർ തന്നെ തീരുമാനിക്കും. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്നതിനാൽ തന്നെ ഹൈറിച്ച് ഉടമകൾക്ക് ദിവസച്ചെലവിന് പണം കിട്ടുമ്പോൾ നിക്ഷേപകർക്ക് അത് വീടുകളിൽ തീ പുകയ്ക്കാൻ കിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹൈറിച്ച് കേസിൽ സ്വന്തമായി അഭിഭാഷകനെ വെച്ച് വാദം നടത്തിയ മുൻ MLA അനിൽ അക്കര ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഹൈക്കോടതിയിൽ എന്താണ് നടന്നതെന്ന് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നു. 145 നമ്പറായി പരിഗണിച്ച കേസ് ഉച്ചയ്ക്കെടുത്ത സമയത്ത് തന്നെ കോടതി പറഞ്ഞു ഈ കേസ് ഇവിടെ പരിഗണിക്കാൻ കഴിയില്ല. പക്ഷെ ഇവർ പറഞ്ഞു ഇത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി മാറ്റിവെച്ച് 2:30-ന് കേൾക്കുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി, സമയം കൃത്യമായിട്ട് എനിക്കറിയില്ല, ഏതാണ്ട് അതിന് ശേഷം ഈ കേസെടുത്തു. ഈ കേസെടുത്തപ്പോഴും കോടതി അതേ വാദത്തിൽ ഉറച്ചു നിന്നു. ഇത് കോമ്പറ്റീറ്റീവ് അതോറിറ്റി ഇറക്കിയ ഉത്തരവായതുകൊണ്ട് നിങ്ങൾ അവിടെ സമീപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത, ദൈനംദിന ചെലവുകൾക്ക് പോലും കഴിയാത്ത സാഹചര്യം നിൽക്കുമ്പോൾ ഇത് നീക്കിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ കോടതി പറഞ്ഞ വിഷയം ഇതാണ്. എന്താണ്? ദൈനംദിന ചെലവുകൾ, നിത്യനിദാന ചെലവുകൾ, ഡേ ടു ഡേ ചെലവുകൾക്ക് ആവശ്യമായ സംഖ്യ ഇവർക്ക് ഈ പറയുന്ന ബാങ്കുകളിൽ നിന്നും എടുക്കാം. അതിന് 10 ദിവസമാണ് അനുവദിക്കുന്നത്. ഇതിനകത്ത് പണം ഇടാൻ കഴിയില്ല, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. നിത്യദിനാന ചെലവുകൾക്ക് വേണ്ടിയുള്ള ഒരു ബാങ്ക് ഈ അക്കൗണ്ടുകളിൽ നിന്ന് എടുക്കാൻ കഴിയും. അത് എത്രയാണ് എന്നുള്ളത് ഈ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ഈ ഉത്തരവിട്ടത്. ആ ഉത്തരവിട്ടതിന് ശേഷം ബഹുമാനായ ദേവൻ രാമേന്ദ്രൻ, കേരളത്തിലെ ഏറ്റവും ബഹുമാനം അറിയിക്കുന്ന ഒരു ജഡ്ജിയാണ്, സർക്കാരിന്റെ തിന്മകൾക്കെതിരായും സമൂഹത്തിലെ തിന്മകൾക്കെതിരായും ശക്തമായി പോരാടുന്ന ഒരു ജഡ്ജിയുടെ മുന്നിൽ നിന്നും ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം നിയമാനുസൃതമാണ് എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നാൽ പിന്നെ ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനവും നിയമപ്രവർത്തനവുമായി നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞാൻ ഈ കേസിൽ ഇടപെടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് അതോറിറ്റിയെ സമീപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിത്യദിനാന ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം മാത്രമാണ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുക. ബഡ്സ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഈ നിയമം. അല്ലാതെ മറ്റ് ഈ കമ്പനിയെ ശിക്ഷിക്കാനൊക്കെയുള്ള IPC ആക്ട് വേറെയാണ്, അത് പോലീസ് എടുക്കുന്ന നടപടിയാണ്. ഇത് സിവിൽ നടപടിയാണ്. ഈ സിവിൽ നടപടിയുടെ ഭാഗമായി സാധാരണ ആളുകൾക്ക് ഈ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതോടൊപ്പം തന്നെ നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ലയബിലിറ്റി ലിസ്റ്റ്, ഈ കമ്പനിയുടെ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ചുമതലയും 14 ജില്ലാ കളക്ടർമാർക്കാണ്. കേരളത്തിനകത്തുള്ള 14 ജില്ലാ കളക്ടർമാർക്കാണ് ഈ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം. അവർ ഇതോടൊപ്പം തന്നെ ഈ ബാധ്യതാ ലിസ്റ്റ് കൂടി ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമാണ് കോടതിയുടെ അനുമതിയോടുകൂടി നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാൻ കഴിയൂ. ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത് എന്താണ്? നിക്ഷേപകരാരും പരാതി കൊടുക്കാത്ത രീതിയിൽ എല്ലാവരെയും ഈ പറഞ്ഞ പല പല തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ 150 ദിവസത്തിനകത്ത്, എന്ന് വെച്ചാൽ ഇപ്പോൾ നവംബർ 22 മുതൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 22-നകം ഒരു നിക്ഷേപകനും പരാതിയായി ചെന്നില്ലെങ്കിൽ ഇവർക്ക് സിവിൽ നടപടികളെ നേരിടേണ്ടതായിട്ട് വരില്ല.
എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുകെട്ടിയ സ്വത്ത് സർക്കാർ എടുക്കും, അല്ലാതെ ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇത് സർക്കാർ ഏറ്റെടുത്ത സ്വത്താണ്, അല്ലാതെ ഈ തട്ടിപ്പുകാർക്ക് മടക്കി കൊടുക്കാൻ പോകുന്നതല്ല. ഇവരുടെ വാഹനങ്ങൾ ഇന്ന് ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവനുസരിച്ച് ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് താൽക്കാലികമായി. ഇനി ഇവരുടെ 4 പ്രോപ്പർട്ടികൾ ജില്ലാ കളക്ടർ ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 14 പേജുള്ള ഒരു അഫിഡവിറ്റാണ് തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. സത്യവാങ്മൂലമായതുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തുവിടാതിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസറാണ്, എനിക്കതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ആ കാര്യത്തിലില്ല. അപ്പൊ ഇവർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരാതിക്കാരനും ഒരു പോലീസ് സ്റ്റേഷനിലും കൊടുക്കരുത് എന്ന് വെച്ചാൽ ഇവർ സിവിൽ നടപടികളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നെയുള്ള ഞാൻ പറഞ്ഞ ക്രിമിനൽ നടപടിയാണ്. നേരത്തെ ഗ്രീൻകോ എന്ന് പറയുന്ന കമ്പനി നടത്തി ഒരുപാട് കേസുകൾ, 1 ഡസനിലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഹൈറിച്ചിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്ത് വരികയാണ്. കുറെ കേസുകൾ, ഇനി കുറച്ച് കേസുകൾ മാത്രമാണ് സെറ്റിൽ, അതും പണം കൊടുത്താൽ ഇനി പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവരുടെ കയ്യിലുള്ള പണം ഏതാണ് എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കുറച്ച് പണം ഇവർക്ക് ഈ കാലയളവിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന ആളുകൾ, ഇവർ പറയുന്ന 1,80,00,000 ആളുകൾ എന്നാണ് പറയുന്നത്. ആരോടാണ് ഈ പറയുന്നത്? ഞാനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. എത്ര ആളുകളാണെന്നുള്ളത് 2021 നവംബർ മാസത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ CI ഇളക്കിയെടുത്ത ഹാർഡ്വെയറിനകത്ത്, ഫോറൻസിക് റിപ്പോർട്ട് കൊടുത്ത ഹാർഡ്വെയറിനകത്ത് എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. 21 വരെയുള്ള കണക്കാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ 20,000 എന്ന് പറഞ്ഞത്. 21 ശേഷമുള്ള കണക്ക് എനിക്കറിയില്ല. അത് ഇനിയുള്ള പരിശോധനയിൽ മാത്രമാണ് വരാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, ഈ ബാധ്യതാ ലിസ്റ്റിൽ വരാത്ത ഒരാൾക്കും പണം കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ 3000-ഓളം ആളുകളിൽ നിന്നാണ് ഇപ്പൊ പറയുന്നത് 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് 150 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ബോണ്ടാണ്. ആ ബോണ്ട് വെച്ച് പരാതി കൊടുത്തില്ലെങ്കിൽ 150 ദിവസം ബാധ്യതാ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ ഈ 3000 ആൾക്കും 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഇവരുടെ കേസ് ഒരു സ്ഥലത്തും സ്റ്റേ ചെയ്തിട്ടില്ല. ഇവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഒരു അനുമതിയും ഒരു കോടതിയും കൊടുത്തിട്ടില്ല. അത് പണം ഇടാൻ കഴിയില്ല, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. നിത്യദിനാന ചെലവുകൾക്ക് വേണ്ടിയുള്ള ഒരു ബാങ്ക് ഈ അക്കൗണ്ടുകളിൽ നിന്ന് എടുക്കാൻ കഴിയും. അത് എത്രയാണ് എന്നുള്ളത് ഈ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ഈ ഉത്തരവിട്ടത്. ആ ഉത്തരവിട്ടതിന് ശേഷം ബഹുമാനായ ദേവൻ രാമേന്ദ്രൻ, കേരളത്തിലെ ഏറ്റവും ബഹുമാനം അറിയിക്കുന്ന ഒരു ജഡ്ജിയാണ്, സർക്കാരിന്റെ തിന്മകൾക്കെതിരായും സമൂഹത്തിലെ തിന്മകൾക്കെതിരായും ശക്തമായി പോരാടുന്ന ഒരു ജഡ്ജിയുടെ മുന്നിൽ നിന്നും ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം നിയമാനുസൃതമാണ് എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നാൽ പിന്നെ ഈ നാട്ടിൽ സാമൂഹ്യ പ്രവർത്തനവും നിയമപ്രവർത്തനവുമായി നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ ഈ കേസിൽ ഇടപെടാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയെ സമീപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിത്യദിന ചെലവുകൾക്ക് വേണ്ടിയുള്ള പണം മാത്രമാണ് നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുക എന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തമുള്ള കേരളത്തിലെ KPCCയുടെ നിർവാഹക സമിതി അംഗവും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗവുമാണ് ഞാൻ. കേരള നിയമസഭയിൽ 5 വർഷക്കാലം നിയമസഭാ അംഗമായ ഒരാൾ കേരള ഹൈക്കോടതിയുടെ വിധിയെ വക്രീകരിച്ചോ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എല്ലാവരേക്കാളും കൂടുതൽ അറിയുന്ന ഒരാളാണ്. കാരണം എന്താണ്? എന്റെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈറിച്ച് ദൈവങ്ങൾക്കോ അതിന്റെ ഭൂതങ്ങൾക്കോ കേസ് കൊടുത്താൽ ഞാൻ പ്രതിയായി കോടതിയിൽ കയറേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒരു യാഥാർത്ഥ്യം നിൽക്കുകയാണ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ബഡ്സ് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഈ നിയമം. അല്ലാതെ മറ്റ് ഈ കമ്പനിയെ ശിക്ഷിക്കാനൊക്കെയുള്ള IPC ആക്ട് വേറെയാണ്. അത് പോലീസ് എടുക്കുന്ന നടപടിയാണ്. ഇത് സിവിൽ നടപടിയാണ്. ഈ സിവിൽ നടപടിയുടെ ഭാഗമായി സാധാരണ ആളുകൾക്ക് ഈ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതോടൊപ്പം തന്നെ നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ലയബിലിറ്റി ലിസ്റ്റ്, ഈ കമ്പനിയുടെ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ചുമതലയും 14 ജില്ലാ കളക്ടർമാർക്കാണ്. കേരളത്തിനകത്തുള്ള 14 ജില്ലാ കളക്ടർമാർക്കാണ് ഈ ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം. അവർ ഇതോടൊപ്പം തന്നെ ഈ ബാധ്യതാ ലിസ്റ്റ് കൂടി ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമാണ് കോടതിയുടെ അനുമതിയോടുകൂടി നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാൻ കഴിയൂ. ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത് എന്താണ്? നിക്ഷേപകരാരും പരാതി കൊടുക്കാത്ത രീതിയിൽ എല്ലാവരെയും ഈ പറഞ്ഞ പല പല തട്ടിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ 150 ദിവസത്തിനകത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ നവംബർ 22 മുതൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 22-നകം
ഒരു നിക്ഷേപകനും പരാതിയായി ചെന്നില്ലെങ്കിൽ ഇവർക്ക് സിവിൽ നടപടികളെ നേരിടേണ്ടതായിട്ട് വരില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടുകെട്ടിയ സ്വത്ത് സർക്കാർ എടുക്കും, അല്ലാതെ ഇവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇത് സർക്കാർ ഏറ്റെടുത്ത സ്വത്താണ്, അല്ലാതെ ഈ തട്ടിപ്പുകാർക്ക് മടക്കി കൊടുക്കാൻ പോകുന്നതല്ല. ഇവരുടെ വാഹനങ്ങൾ ഇന്ന് ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവനുസരിച്ച് ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് താൽക്കാലികമായി. ഇനി ഇവരുടെ 4 പ്രോപ്പർട്ടികൾ ജില്ലാ കളക്ടർ ജപ്തി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 14 പേജുള്ള ഒരു അഫിഡവിറ്റാണ് തൃശൂർ ജില്ലാ കളക്ടർ ഇന്ന് ജില്ലാ കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. സത്യവാങ്മൂലമായതുകൊണ്ടാണ് അദ്ദേഹം അത് പുറത്തുവിടാതിരിക്കുന്നത്. വളരെ സത്യസന്ധനായ ഓഫീസറാണ്, എനിക്കതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ആ കാര്യത്തിലില്ല. അപ്പൊ ഇവർ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പരാതിക്കാരനും ഒരു പോലീസ് സ്റ്റേഷനിലും കൊടുക്കരുത് എന്ന് വെച്ചാൽ ഇവർ സിവിൽ നടപടികളിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നെയുള്ള ഞാൻ പറഞ്ഞ ക്രിമിനൽ നടപടിയാണ്. നേരത്തെ ഗ്രീൻകോ എന്ന് പറയുന്ന കമ്പനി നടത്തി ഒരുപാട് കേസുകൾ, 1 ഡസനിലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഹൈറിച്ചിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്ത് വരികയാണ്. കുറെ കേസുകൾ, ഇനി കുറച്ച് കേസുകൾ മാത്രമാണ് സെറ്റിൽ, അതും പണം കൊടുത്താൽ ഇനി പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവരുടെ കയ്യിലുള്ള പണം ഏതാണ് എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കുറച്ച് പണം ഇവർക്ക് ഈ കാലയളവിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾ ഇവർ പറയുന്ന 1,80,00,000 ആളുകൾ എന്നാണ് പറയുന്നത്. ആരോടാണ് ഈ പറയുന്നത്? ഞാനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല എത്ര ആളുകളാണെന്നുള്ളത്. 2021 നവംബർ മാസത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ CI ഇളക്കിയെടുത്ത ഹാർഡ്വെയറിനകത്ത്, ഫോറൻസിക് റിപ്പോർട്ട് കൊടുത്ത ഹാർഡ്വെയറിനകത്ത് എത്ര ആളുകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. 21 വരെയുള്ള കണക്കാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ 20,000 എന്ന് പറഞ്ഞു. 21 ശേഷമുള്ള കണക്ക് എനിക്കറിയില്ല. അത് ഇനിയുള്ള പരിശോധനയിൽ മാത്രമാണ് വരാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, ഈ ബാധ്യതാ ലിസ്റ്റിൽ വരാത്ത ഒരാൾക്കും പണം കിട്ടാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ 3000-ഓളം ആളുകളിൽ നിന്നാണ് ഇപ്പൊ പറയുന്നത് 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് 150 കോടി രൂപ പിരിച്ചെടുത്തു എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ബോണ്ടാണ്. ആ ബോണ്ട് വെച്ച് പരാതി കൊടുത്തില്ലെങ്കിൽ 150 ദിവസം ബാധ്യതാ ലിസ്റ്റിൽ പെട്ടില്ലെങ്കിൽ ഈ 3000 ആൾക്കും 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഇവരുടെ കേസ് ഒരു സ്ഥലത്തും സ്റ്റേ ചെയ്തിട്ടില്ല. ഇവർക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ഒരു അനുമതിയും ഒരു കോടതിയും കൊടുത്തിട്ടില്ല. അതൊക്കെ വേറെ അടുത്ത നിയമ നടപടികൾ എടുക്കുമായിരിക്കും, പക്ഷെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരു നിയമപ്രകാരം കേരള നിയമത്തെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ വിഷയത്തിലെ എന്റെ അവസാനത്തെ ഒരു ലൈവാണിത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പോസ്റ്റും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പോസ്റ്റും ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഇനി വരാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിയമപരമായ രീതിയിൽ ഇടേണ്ട ആളുകൾ ഇടും. കോടതിയുടെ വിധി വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ഇതെന്റെ അവസാനത്തെ അഭ്യർത്ഥനയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്. നിങ്ങൾ എന്നെ എന്ത് കുത്തിത്തിരിപ്പുകാരൻ എന്ന് വിളിച്ചാലും എനിക്ക് വിരോധമില്ല, എന്ത് വിളിച്ചാലും എനിക്ക് വിഷയമില്ല. ഞാൻ ഇവരുടെ വിഷയങ്ങൾ 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്നുള്ളത് ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ്. 2ാമത്തെ പരാതി എന്നുള്ളത് CBI ഡയറക്ടർക്കാണ്. 3ാമത്തെ പരാതി കേരളത്തിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിനാണ്, കേരളത്തിന്റെ ആഭ്യന്തരകാര്യ സെക്രട്ടറിക്കാണ്. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇക്കണോമിക്സ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള ഇക്കണോമിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചുകൊണ്ടുള്ള അന്വേഷണം. ഇങ്ങനെ 3 അന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയാണ് ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഇനി ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ ഒരു അഭ്യർത്ഥനയും ഇനി വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴി, എനിക്ക് എന്റേതായ വഴി. ഞാൻ ഈ കമ്പനി നിയമവിരുദ്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ രേഖയും കണ്ട് പഠിച്ചൊരാളാണ്. ഈ കമ്പനിയെ നിയമപരമായി ശിക്ഷിക്കുക എന്നുള്ളത് എന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ള. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കരൻ ജയിലിൽ കിടക്കുകയാണ്. ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളത് നട്ടെല്ലിന് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷൻ ജയിലിൽ കിടക്കുകയാണ്, പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരവും പോരാട്ടവുമാണിത്. ഈ പോരാട്ടത്തിനിടയിൽ എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് എന്റെ ഭാഗത്തില്ല. കമ്പനിക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. എനിക്ക് ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട എന്റെ അവസാനത്തെ പോസ്റ്റാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കാം, ബാധ്യതാ ലിസ്റ്റിൽ വരാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഖ്യ മടക്കി കിട്ടും. അല്ലാത്തൊരാൾക്കും ഈ സംഖ്യ മടക്കി കിട്ടാൻ പോകുന്നില്ല. ഈ കമ്പനിയെ തട്ടിപ്പ് കമ്പനിയാണ്, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എത്ര കോടാനുകോടി ആളുകൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാലും അതിനകത്ത് എന്റെ പാർട്ടിക്കാർ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതും എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമല്ല, കാര്യമല്ല. അത് ഒരു തീരുമാനമാണ്. ഇന്ന് PT തോമസ് എന്ന് പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന
രാഷ്ട്രീയ നേതാവ് മരിച്ചൊരു ദിവസമാണ്. PT തോമസിന്റെ രണ്ടാമത് ചരമവാർഷിക ദിനത്തിലാണ് ഞാൻ ഈ പ്രതിജ്ഞ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. നിയമപരമായ പോരാട്ടം ഈ കമ്പനിക്കെതിരായി ഞാൻ തുടരും. അത് സുപ്രീം കോടതി വരെ പോകാൻ കഴിഞ്ഞാലും അത് പോയി. ഈ കമ്പനി ഒരു മണി ചെയിൻ തട്ടിപ്പാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള വലിയ നിയമപരമായ പോരാട്ടത്തിലേക്ക് ഞാൻ ഇന്ന് ഇറങ്ങുകയാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. കോടതി തുറന്നാൽ എന്റെ സ്പെഷ്യൽ പെറ്റീഷൻ, എന്റെ കേസുകൾ വാദിച്ചിരുന്ന പ്രധാനപ്പെട്ട അഭിഭാഷകർ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഏജൻസികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കും. ഒരു തർക്കവും ഈ കാര്യത്തിലില്ല. നിയമപരമായ പോരാട്ടം ഞാൻ തുടരും. ഇനി എന്റെ നാട്ടിലെ ജനങ്ങൾ ഇതിനകത്ത് അകപ്പെട്ടു പോയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ ആളുകൾ വളരെ അപൂർവമാണ്. ഇവരെ അറിയാവുന്ന ആളുകളൊന്നും എത്തിച്ചേർന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ ആളുകൾ, വയനാട് ജില്ലയിലെ ആളുകൾ, ഇടുക്കി ജില്ലയിലെ ആളുകൾ, ഈ 3 ജില്ലയിലെ ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. മറ്റു ജില്ലയിലെ ആളുകൾ കുറവാണ്. പിന്നെ കുറച്ച് പാലക്കാട് ജില്ലയിലെയും റൂറൽ ഏരിയയിലെ ആളുകളുണ്ട്. അവരോടുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്, നിയമപരമായി നിങ്ങൾ നിക്ഷേപിച്ച പണം കിട്ടണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ആ പരാതിയുടെ കോപ്പി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്താൽ, ബാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ ഇവരുടെ ജപ്തി നടപടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊരു അവസാനത്തെ എന്റെ അഭ്യർത്ഥനയാണ്. അല്ലാതെ അവർ പറയുന്നത് പോലെ ഉള്ള വാക്കുകളല്ല. ഇതെന്റെ അഭ്യർത്ഥനയാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ, നിയമസഭാംഗം എന്ന രീതിയിൽ കേരള ഹൈക്കോടതിയെ മുഖവിലേക്കെടുത്തുകൊണ്ട് പറയുന്നതാണ്. അത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നേരിടാൻ ഞാൻ തയ്യാറാണ്. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുകാർക്ക് തിരിച്ചടിയായി ഏറ്റവും പുതിയ നടപടി. ഹൈറിച്ച് സ്വത്തുവകൾ പൂർണ്ണമായും തൃശൂർ ജില്ലാ കളക്ടർ കണ്ടുകെട്ടി. സ്വത്ത് സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും സത്യവാങ്മൂലമായി തൃശൂർ 3rd അഡീഷണൽ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചു. കോടതിയുടെ അനുമതി ലഭ്യമായാൽ ഉടൻ മുഴുവൻ സ്വത്തുക്കളും ജില്ലാ ഭരണകൂടം ഏറ്റെടുക്കും. ഇതോടെ ഇന്ന് ഹൈക്കോടതിയിൽ ഹൈറിച്ച് നൽകിയ ഹർജി സ്വാഭാവികമായും അസാധുവാകും. ഈ നടപടി സ്റ്റേ ചെയ്യാനാണ് ഹൈറിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി നിക്ഷേപകർക്ക് പണം ലഭിക്കണമെങ്കിൽ അതാത് പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്ത് ജില്ലാ കളക്ടർമാർ തയ്യാറാക്കുന്ന ബാധ്യതാ ലിസ്റ്റ് അനുസരിച്ച് കമ്പനിയുടെ ഏറ്റെടുത്ത അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.